സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. അപ്രത്യക്ഷമാകാത്ത സ്നേഹം പുറപ്പെടുവിക്കണം. 20-ാം വയസ്സിൽ കല്യാണം കഴിച്ചു എങ്കിൽ 30-ാം വയസ്സിൽ സ്നേഹം ഉതിർന്നു പോകരുത്. 50-ാം വയസ്സിൽ സ്നേഹം ഉതിർന്നു പോകരുത്. ഭർത്താവ് ശ്രദ്ധിക്കുക, 80-ാം വയസ്സിൽ സ്നേഹം ഉതിർന്നു പോകരുത്. ഒരു ഹോസ്പിറ്റലിൽ രാവിലെ ഒരു 7 മണി കഴിഞ്ഞപ്പോൾ 82 വയസ്സുള്ളൊരു അപ്പച്ചൻ്റെ കയ്യിൽ ഒരു മുറിവുണ്ടായതിൻ്റെ സ്റ്റിച്ചസ് എടുക്കാൻ വേണ്ടി വന്നതാണ്. ആ ഡോക്ടർ പറഞ്ഞു, അപ്പച്ച ഒന്ന് വെയിറ്റ് ചെയ്യുമോ, സീനിയർ ഡോക്ടർ വരും, സീനിയർ ഡോക്ടർ തന്നെ ചെയ്യുന്നതാണ് നല്ലതെന്ന് അപ്പച്ചനോട് പറഞ്ഞു. അപ്പച്ചൻ പറഞ്ഞു, ഇല്ല, എനിക്ക് വേഗത്തിൽ പോകണം, എനിക്ക് എൻ്റെ ഭാര്യയുമായിട്ട് ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പച്ചനോട് പറഞ്ഞു, ഭാര്യ എല്ലാം തയ്യാറാക്കി വയ്ക്കുമല്ലോ, അപ്പച്ചൻ അങ്ങ് ചെന്നാൽ മതിയല്ലോ. മോനെ, ഞാൻ ചെന്നിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ. അവൾക്കുണ്ടാക്കാൻ കഴിയത്തില്ല, അവൾക്ക് ഡിമിനീഷ്യാണ്, ഓർമ്മയെല്ലാം നഷ്ടപ്പെട്ടു, അവൾക്ക് എന്നെ പോലും അറിയത്തില്ല, ഞാൻ ഭർത്താവാണെന്ന് പോലും അറിയത്തില്ല. ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, അപ്പച്ചനിപ്പോൾ പോകേണ്ട കാര്യമേ ഇല്ല. അമ്മച്ചിക്ക് അപ്പച്ചനെ അറിയത്തു പോലും ഇല്ലല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് പോലും അമ്മച്ചിക്ക് അറിയത്തില്ലല്ലോ. അതിന് മറുപടിയായിട്ട് ആ പിതാവ് പറഞ്ഞു, ഡോക്ടർ, അവൾക്ക് എന്നെ അറിയില്ലെങ്കിൽ പോലും എനിക്ക് അറിയാം, അവൾ എൻ്റെ ഭാര്യയാകുന്നു. 80കളിൽ എത്തിയിരിക്കുന്ന ആ പിതാവിൻ്റെ സ്നേഹം ഇപ്പോഴും സജീവമല്ലേ? സ്നേഹം മുതിർന്നു പോയോ? നഷ്ടപ്പെട്ടു പോയോ? ഇല്ല. അതേ നിലവാരത്തിൽ സ്നേഹം പുറപ്പെടുവിക്കുവാൻ കഴിയണം.